മോഹൻലാലിൻ്റെ നടൻ മോഹൻലാലിൻ്റെ അമ്മ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രഞ്ജിത്ത് രാമേന്ദ്രൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, വിശദാംശങ്ങൾ. ടോം, ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. നമുക്ക് മോഹൻലാലിനെ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരമ്മയാണ് ശാന്തകുമാരി അമ്മ. 90 വയസ്സായിരുന്നു. പലപ്പോഴും മോഹൻലാൽ തൻ്റെ ഇൻ്റർവ്യൂകളിൽ അമ്മയെക്കുറിച്ച് എത്രയോ വാചാലമായി സംസാരിക്കുന്ന തരത്തിൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രത്തോളം അമ്മയെ ചേർത്ത് നിർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു മോഹൻലാൽ. ഈ അമ്മയുടെ മരണമാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരിക്കുന്നത്. അമൃതയിൽ നിന്നുള്ള ഡോക്ടർ എത്തി ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മോഹൻലാൽ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹവും സഹപ്രവർത്തകരും ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 89ാം പിറന്നാളിന് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് അമ്മയ്ക്ക് വേണ്ടി മോഹൻലാൽ തൻ്റെ വസതിയിൽ എളംകരയിലെ വീട്ടിൽ നടത്തിയ സംഗീത പരിപാടിയും മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നടത്തിയ പിറന്നാൾ ആഘോഷമൊക്കെ ഏറെ വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിച്ചിരുന്നു. പലപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ദുഃഖത്തോടെ മോഹൻലാൽ പല കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട്. തൻ്റെ അമ്മ ഉണ്ട്, വീട്ടിലുണ്ട്, പക്ഷേ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങൾ പങ്കുവെക്കാനും തൻ്റെ ആദ്യത്തെ സംവിധാനം ചെയ്ത ചിത്രമായ ബറോസിൻ്റെ അഭിമുഖ സമയത്ത് മോഹൻലാൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 3D ഗ്ലാസ് വെച്ച് തിയേറ്ററിൽ കൊണ്ടുപോയി അമ്മയെ കാണിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ എനിക്കത് സാധിക്കാത്തതിൽ അതീവ ദുഃഖമുണ്ട് എന്ന്. കഴിഞ്ഞ 10 വർഷമായി മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലാണ്. സംസാരമൊക്കെ വളരെ കുറവായിരുന്നു, വളരെ മോശം അവസ്ഥയിൽ തന്നെ ആയിരുന്നു. പക്ഷേ അമൃത ഹോസ്പിറ്റലിലെ ചികിത്സയുണ്ടായിരുന്നു. കുറച്ചുനാൾ മുമ്പാണ് വീട്ടിലേക്ക് എത്തി അവിടെ ഡോക്ടറുടെ ചികിത്സ, പ്രത്യേക റൂമൊക്കെ സജ്ജമാക്കി, പ്രത്യേക ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ശരിയാക്കി അവിടെ ചികിത്സയിൽ തുടരുകയായിരുന്നു. എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇടവേളകൾ കിട്ടുമ്പോൾ മോഹൻലാൽ എളമക്കരയിലെ ഈ വീട്ടിൽ ഓടിയെത്തുമായിരുന്നു. ചെന്നൈയിലായിരുന്നു സ്ഥിരതാമസം, നമുക്കറിയാം. അതിനുശേഷം ഈ കൊച്ചിയിലേക്ക് മാറിയത് തന്നെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് വേണം കരുതാൻ. അത്രത്തോളം മോഹൻലാൽ ചേർത്ത് നിർത്തിയിരുന്ന ഒരാളായിരുന്നു. അച്ഛൻ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും മരിച്ച ശേഷം അമ്മ പൂർണ്ണമായും മോഹൻലാലിന് ഒപ്പമായിരുന്നു എളമക്കരയിലെ വീട്ടിൽ തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ പക്ഷാഘാതം 10 വർഷം മുമ്പാണ് പിടിപെട്ടത്. അതിനുശേഷം ആരോഗ്യസ്ഥിതി വളരെ മോശമായി വരുന്ന ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അതുപോലെ പ്രിയപ്പെട്ടതാണ്. പലപ്പോഴും ചിത്രങ്ങളിലൂടെയൊക്കെ അമ്മയുടെ മുഖം, മോഹൻലാലും അമ്മയുമായി ചേർന്ന് നിൽക്കുന്ന മുഖമൊക്കെ എല്ലാവർക്കും അത്രത്തോളം പ്രിയപ്പെട്ട, അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരാളായി തന്നെ തോന്നും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഈ പറഞ്ഞതുപോലെ ബറോസിൻ്റെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ബറോസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കഥ അമ്മയോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇന്നും ഞാൻ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത്. 10 വർഷമായി അമ്മ കിടപ്പിലാണ്, ചികിത്സയിലാണ്. എൻ്റെ വലിയ ആഗ്രഹമാണ് അമ്മയെ കൊണ്ട് സിനിമ കാണിക്കണം എന്ന കാര്യം. ഏതായാലും മോഹൻലാലും ഭാര്യ സുചിത്രയും ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിലേക്ക്, എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത്രത്തോളം സ്നേഹവും കരുതലും നൽകിയാണ് താരരാജാവ് അമ്മയെ കൊണ്ടു നടന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, തിരുവനന്തപുരമാണ് മോഹൻലാലിൻ്റെ സ്വദേശം. ഇവിടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. അവിടെ കാവൽക്കാർ മാത്രമാണ് ഉള്ളത്. ബാല്യകാലം മോഹൻലാൽ ചിലവഴിച്ചത് അമ്മയ്ക്കും അച്ഛനുമൊപ്പം. അച്ഛൻ വിശ്വനാഥൻ നായർ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛനുമൊപ്പം ചിലവഴിച്ചത് തിരുവനന്തപുരത്ത് മുടവൻമുകളിലെ വീട്ടിൽ തന്നെയാണ്. അവിടെ ഏറെ വൈകാരികമായ ബന്ധമുള്ള, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ വീട്ടിലെത്തിയതിന് ശേഷം മാത്രമാണ് മോഹൻലാൽ എന്നും മടങ്ങാറുള്ളത്. തൻ്റെ അമ്മയുടെ, അച്ഛൻ്റെ, സഹോദരൻ്റെയൊക്കെ ഓർമ്മകൾ ചേർത്ത് നിർത്തുന്ന ആ വീടുമായി വൈകാരിക ബന്ധം മോഹൻലാൽ എന്നും സൂക്ഷിച്ചിട്ടുണ്ട്. കൊച്ചിയിലായിരിക്കുമോ ചടങ്ങ് അതോ തിരുവനന്തപുരത്താണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇക്കാര്യം ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഏതായാലും സിനിമാ രംഗത്തെ സഹപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മോഹൻലാലിനൊപ്പം കുറേ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കൊച്ചിയിൽ തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി അമ്മയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കൊച്ചി വിട്ടുപോയിരുന്നില്ല. പല ചടങ്ങുകളും കൊച്ചിയിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ഈ മരണം എന്നത് സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് ടോം. യെസ്, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് അമ്മ എന്ന് പറയുന്നത്. പക്ഷെ മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ ഓരോ ഇൻ്റർവ്യൂകളിലും, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഇൻ്റർവ്യൂകളിലും അമ്മയെക്കുറിച്ച് എപ്പോഴും വാചാലനാകുമായിരുന്നു. അത്രയധികം മോഹൻലാലിന് പ്രിയപ്പെട്ട അമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ശേഷം, പ്രഖ്യാപനത്തിന് ശേഷം മോഹൻലാൽ ആദ്യം അനുഗ്രഹം തേടിയെത്തിയതും അമ്മയുടെ സന്നദ്ധിയിലായിരുന്നു, അമ്മയുടെ അടുത്തേക്കായിരുന്നു. അതിനുശേഷം മോഹൻലാൽ പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് അമ്മയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, അമ്മ അനുഗ്രഹിച്ചു,
അമ്മ സുഖമില്ലാതിരിക്കുകയാണ്, സംസാരത്തിൽ ചില അവ്യക്തതയുണ്ട്, പക്ഷേ എനിക്ക് കേട്ടാൽ അക്കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്നായിരുന്നു മോഹൻലാൽ അമ്മയെക്കുറിച്ചിട്ട് അവസാനമായി പറഞ്ഞത്. രഞ്ജിത്ത്, ഇനി അറിയേണ്ടത് ഈ സംസ്കാര ചടങ്ങുകൾ എവിടെയായിരിക്കും, എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കൾ, നമുക്കറിയാം മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ മരണസമയത്തും ഈ വാർത്ത അറിഞ്ഞ് നിരവധി സുഹൃത്തുക്കൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. സുഹൃത്തുക്കൾ കൊച്ചിയിൽ തന്നെയുള്ള ആളുകളാണ്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാലുമായി ആലോചിച്ചു വരികയാണ്. ഇപ്പോൾ നേരത്തെ മോഹൻലാലിൻ്റെ അന്തരിച്ച സഹോദരനാണ് പ്യാരിലാലും മോഹൻലാലുമാണ് ശാന്തകുമാരി അമ്മയ്ക്ക് മക്കളായി ഉണ്ടായിരുന്നത്. അതിൽ പ്യാരിലാൽ അകാലത്തിൽ മരണപ്പെട്ട ഒരു സാഹചര്യമൊക്കെ മലയാളികൾക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്. ഈ മോഹൻലാലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം അത് അല്പസമയം ത്തിനകം തന്നെ അക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് സുഹൃത്തുക്കൾ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാകുക. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ കുടുംബ വീട്ടിലാണ് അച്ഛൻ വിശ്വനാഥൻ നായരെ മായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകൾ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവാണ്, കാരണം അത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരാഗ്രഹം ഒരുപക്ഷെ മോഹൻലാലിനും അമ്മയും പങ്കുവച്ചിട്ടുണ്ടാവാം. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ അത്തരത്തിലൊരു ചടങ്ങ് നടക്കും എന്നുള്ളതാണ്. ടോമ, മറ്റൊരു കാര്യം, നേരത്തെ ഒരു ചടങ്ങിൽ ഒരു പ്രസംഗം, ഇപ്പോഴും അത് വളരെ വൈകാരികമായി മലയാളികൾ കേൾക്കുന്ന ഒരു പ്രസംഗമാണ്. അതിൽ അബ്ദുൾ സമദ് സമദാനി MP അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. വളരെ വൈകാരികമായ ഭാഷയിൽ വളരെ മനോഹരമായി കാവ്യാത്മകമായി അമ്മയെക്കുറിച്ച് അബ്ദുൾ സമദ് സമദാനി പറയുന്നൊരു പ്രസംഗം മോഹൻലാൽ പങ്കെടുത്ത ഒരു ചടങ്ങ് കൂടിയായിരുന്നു അത്. അവിടെ വൈകാരികമായി തന്നെ ആ പ്രസംഗം കേട്ട് ഈർന്നണിയുന്ന മോഹൻലാലിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. അത്രത്തോളം വൈകാരികമായി ഒരു ബന്ധം ലാലേട്ടനും അമ്മയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അമ്മയുടെ അടുത്ത് വളരെ ദീർഘകാലത്തോളം അമ്മയെ ഒപ്പം നിർത്തി ചികിത്സിക്കാനും കൂടെ നിൽക്കാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ച ഒരു മകൻ കൂടിയാണ് മോഹൻലാൽ. അത്രത്തോളം അമ്മയുടെ ചികിത്സയിൽ മോഹൻലാൽ ശ്രദ്ധാലുവായിരുന്നു. പലപ്പോഴും അമൃത ആശുപത്രിയിൽ ദീർഘകാലം അമ്മ ചികിത്സയിൽ കിടന്നപ്പോൾ പക്ഷക്കാതെ തുടർന്ന് അമൃതാനന്ദമയുമായൊക്കെ ബന്ധപ്പെട്ട് അമ്മയ്ക്ക് പ്രത്യേക പരിഗണനയും മറ്റും നൽകിയിരുന്നു. അമൃതാനന്ദമയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ. അവിടെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കി അമ്മയ്ക്ക് ചികിത്സ നൽകിയതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നാൾ മുമ്പാണ് വീട്ടിലേക്ക് എത്തിക്കുകയും അവിടെ പ്രത്യേക സൗകര്യങ്ങൾ, ഒരു ആശുപത്രിയുടെ മുറിക്ക് ആവശ്യമായ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കി അമ്മയ്ക്ക് ആവശ്യമായ ചികിത്സ മോഹൻലാൽ നൽകിയത്. അതിനുശേഷമാണ് ഇപ്പോൾ അല്പം മുമ്പ് മരണം സംഭവിച്ചത്. ഏതായാലും ഏറെ ദുഃഖകരമായ ഏറെ വൈകാരികമായ ഒരു വിവരം തന്നെയാണ് ടോം. മലയാളി സിനിമാ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇഷ്ടപ്പെടാത്തവരായി ആരും കാണില്ല, ഇഷ്ടപ്പെടുന്നവർക്ക് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പങ്കുവെക്കാനുള്ളത്. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. തീർച്ചയായും. മേജർ രവി ചേരുന്നുണ്ട്. മേജർ രവി, ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് മോഹൻലാലിൻ്റെ അമ്മ അന്തരിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ മോഹൻലാൽ